ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എറണാകുളം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ കാഴ്ചകൾ കാണാനാണ്. തട്ടേക്കാടെന്ന് കേൾക്കുമ്പോൾ പക്ഷി സങ്കേതമാണ് ഓർമ്മ വരുന്നത്. അതിൻ്റെ അടുത്തുള്ള ഒരു പാലമാണ്. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ മനോഹരമായ ഭംഗിയുള്ള കാഴ്ച കാണാം. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നതിന് എൻട്രി ഫീസ് 66 രൂപയാണ്. ഈ നത്തിനെ കണ്ടോ, എന്ത് മനോഹരമായിരിക്കുന്നതല്ലേ. കമ്പികൾ കൊണ്ടും പേപ്പറുകൾ കൊണ്ടൊക്കെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലിം അലി. ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പക്ഷി സങ്കേതം അറിയപ്പെടുന്നത്, അതായത് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഈ കാണുന്നതാണ് കിഡ്സ് കോർണർ. കുട്ടികൾക്ക് കളിക്കുവാനുള്ള പല പല സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഷെഡ് കൊള്ളാമല്ലേ. ഇലകളും മുളകളൊക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അവിടെ ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നടന്ന് അവിടെ നോക്കിയാലേ പ്രകൃതിയുടെ ഭംഗിയും ആസ്വദിക്കാം. നിരവധിയായ ഔഷധ സസ്യങ്ങളുടെ ശേഖരം തന്നെ ഇവിടെയുണ്ട്. താഴമ്പൂ, ചെറുകൈത, നാങ്ക്, ചാമ്പ, ആഫ്രിക്കൻ മല്ലി, കുമ്പിൾ, ആവണക്ക്, കച്ചോലം, മോതിരകാഞ്ഞിരം, കൂവ, മലബാർ ചാമ്പ, ഇങ്ങനെ നിരവധിയായ ഔഷധ സസ്യങ്ങളുടെ ശേഖരമാണ് ഇവിടെയുള്ളത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. കണ്ടാൽ കിളിക്കൂടാണ് തോന്നും, പക്ഷേ കിളിക്കൂടല്ല. കിളിക്കൂടിന്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രം. നക്ഷത്രവനം എന്ന് കേട്ടാൽ നിങ്ങൾ ചിന്തിച്ചേക്കാം, നക്ഷത്രങ്ങളുടെ വനമോ, അതെന്തുവാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ജന്മനക്ഷത്രങ്ങൾക്ക് ഓരോരോ വൃക്ഷങ്ങളുണ്ട്. അതിനെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അശ്വതി കാഞ്ഞിരം, ഭരണി നെല്ലി, കാർത്തിക അത്തി, രോഹിണി ഞാവൽ, മകയിരം കരിങ്ങാലി, തിരുവാതിര കരിമരം, പുണർദം മുള, പൂയം അരയാൽ, ആയില്യം നാങ്ക്, മകം പേരാൽ, പൂരം പ്ലാശ്, ഉത്രം ഇലഞ്ഞി, അത്തം അമ്പഴം, ചിത്തിര കൂവളം, ചോതി നീർമരുത്, വിശാഖം വയ്യങ്കത, അനിഴം ഇലഞ്ഞി, തൃക്കോട്ട വെട്ടി, മൂലം വെള്ളപ്പൈൻ, പൂരാടം വഞ്ചി, ഉത്രാടം പ്ലാവ്, തിരുവോണം എരുക്ക്, അവിട്ടം വന്നി, ചതയം കടമ്പ്, പൂരുരുട്ടാതി തേന്മാവ്, ഉത്രട്ടാതി കരിമ്പന, രേവതി ഇലിപ്പ. ഓരോ നക്ഷത്രത്തിനും ഓരോരോ വൃക്ഷമുണ്ട്. അവരവരുടെ ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ നട്ടുപരിപാലിക്കുന്നത് ഐശ്വര്യദായകമാണത്രേ.
ഇത് ബട്ടർഫ്ലൈ പാർക്ക്, ചിത്രശലഭങ്ങൾ വസിക്കുന്ന സ്ഥലം. ഞങ്ങൾ 2-3 ചിത്രശലഭങ്ങളെ കണ്ടു. ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ടായിരിക്കാം ചിത്രശലഭങ്ങളൊന്നും കാണാത്തത്. നിരവധിയായിട്ടുള്ള പൂക്കളും ചെടികളും ഒക്കെ അവിടെയുണ്ട്. ഇത് പക്ഷികളെക്കുറിച്ചുള്ള അറിവ് പകരുന്ന ഒരു ഗാലറിയാണ്. നമുക്ക് മുകളിലോട്ട് പോയാൽ കാണുവാൻ സാധിക്കും, പക്ഷികൾ മാത്രമല്ല നിരവധി ജീവജാലങ്ങളെ വരച്ചും ഉണ്ടാക്കിയും അവയെക്കുറിച്ചുള്ള വിശദമായ വിവരണവും നൽകിയിരിക്കുന്നു. ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചത് ഈ ഒരു ഹോട്ടലിലാണ്. പേര് ജംഗിൾ ഫീസ്റ്റ്. അടിപൊളി പേരാണ്. നല്ല ഭംഗിയായിട്ടൊക്കെ അവർ അലങ്കരിച്ചിരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ആ കാഴ്ച ഒന്ന് നമുക്ക് കാണേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് അതിൻ്റെ ഉള്ളിലെ കാഴ്ച. ഒരു വൃക്ഷത്തിൻ്റെയൊക്കെ അടിയിലിരിക്കുന്ന ഒരു പ്രകൃതിയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വ്യത്യസ്തമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ നിന്നും വെജിറ്റേറിയൻ മീൽസും കഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ എന്നുള്ളത് പൂയംകുട്ടിയിലാണ്. പുലിമുരുകൻ ഷൂട്ട് ചെയ്ത ആ പാലം, ആ മനോഹരമായ പാലം കണ്ടില്ലേ?
എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ് പൂയംകുട്ടി. പുലിമുരുകൻ എന്ന സിനിമ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം. ഒരു ചെറിയ അധികം പൊക്കമില്ലാത്ത ഒരു പാലം, ചപ്പാത്ത്. അതെ, മനോഹരമായ ഭംഗിയാണ്, പ്രകൃതി ഭംഗിയാണ് ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. നിരവധിയായിട്ടുള്ള സഞ്ചാരികളെല്ലാം ഇവിടെ വന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് കടന്നു പോകുന്നു. കുത്തൊലിച്ചു പോകുന്ന വെള്ളത്തിൻ്റെ മനോഹരമായ കാഴ്ചയിൽ ആ തെളിമയാർന്ന അടിത്തട്ടിലെ കാഴ്ചകൾ മനോഹരമാണ്. പാറകളും മണലുകളും ചെറിയ മീനുകളും നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും. അതിനടുത്ത് തന്നെയുള്ള പ്രദേശമാണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പ്രദേശം. ഇന്നത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിക്കുകയാണ്. വേറെ നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാം.